Good morning, my dear students and friends. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളാണ് പഠിച്ചത്. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ തന്നെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് ആണ്. അപ്പോൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ്. The systems of recording transactions in the book of accounts are generally classified into two types: double entry system and single entry system. ബിസിനസ് ഇടപാടുകൾ ബുക്കിൽ രേഖപ്പെടുത്തുന്നത് രണ്ട് സിസ്റ്റമാണ് നിലവിലുള്ളത്: ഡബിൾ എൻട്രി സിസ്റ്റവും സിംഗിൾ എൻട്രി സിസ്റ്റവും. നമുക്ക് നോക്കാം. അക്കൗണ്ടിംഗ് സമ്പ്രദായങ്ങൾ. അക്കൗണ്ട് ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് രണ്ട് സമ്പ്രദായങ്ങളാണ് പിന്തുടരുന്നത്: ഇരട്ടപ്പതിക്കൽ സമ്പ്രദായം, ഒറ്റപ്പതിക്കൽ സമ്പ്രദായം. നമുക്ക് നോക്കാം. ആദ്യത്തേത് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ മീൻസ് ടു. ഡബിൾ മീൻസ് രണ്ട് അല്ലെങ്കിൽ ടു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? യെസ്, ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി എന്നുള്ള കൺസെപ്റ്റാണത്. നോക്കാം. ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവൽ ആസ്പെക്ട്, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്. വൺ ഈസ് എന്തായിരുന്നു? റിസീവിംഗ് ആസ്പെക്ട് and another is എന്തായിരുന്നു? giving aspect. Both these aspects are recorded for a single transaction. Double entry system is a systematic, complete and accurate system of accounting. Double entry system എന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അനുസരിച്ചാണ്. ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുന്നത് രണ്ട് ആസ്പെക്റ്റുകളാണ്. രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കണം. നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇടപാട് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ആണ്, കൈമാറ്റമാണ്. എന്തോന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്, എന്തോന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എന്താണോ അതും അങ്ങോട്ട് പോകുന്നത് എന്താണോ അതും നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഏതൊരു ഇടപാട് എടുത്തു കഴിഞ്ഞാലും there will be two aspects. One is receiving aspect. എന്താണോ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണോ അത് ഒന്ന്. രണ്ട്, ഗിവിങ് ആസ്പെക്ട്. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അല്ലെങ്കിൽ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണോ അതാണ് ഗിവിങ് ആസ്പെക്ട്. Both these aspects must be recorded for a single transaction, that is double entry system. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മെഷീനറി വാങ്ങിക്കുന്നു. മെഷീനറി വാങ്ങിക്കുമ്പോൾ പൈസ കൊടുത്തിട്ടാണ് മെഷീനറി വാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് റിസീവ് ചെയ്യുന്നത് മെഷീനറിയാണ്, നമുക്ക് കിട്ടുന്നത് മെഷീനറിയാണ്. നമ്മൾ കൊടുക്കുന്നത് ക്യാഷാണ്, പൈസയാണ്. അപ്പോൾ മെഷീനറി കിട്ടുന്നു, ക്യാഷ് കൊടുക്കുന്നു. ഇത് രണ്ടും നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. അതാണ് ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഈ ഡബിൾ എൻട്രി സിസ്റ്റമാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി സിസ്റ്റമാണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും നിയമപരമായിട്ട് ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. ഇരട്ടപ്പതിക്കൽ സമ്പ്രദായം. ഇരു ഘടക തത്വമനുസരിച്ചാണ് ഇരട്ടപ്പതിക്കൽ സമ്പ്രദായത്തിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്. എല്ലാ ഇടപാടുകൾക്കും രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ബിസിനസ്സിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് ബിസിനസ്സിൽ നിന്നും പോകുന്നതുമായി ബന്ധപ്പെട്ടത്. ഓരോ ഇടപാടിലും ഇവ രണ്ടും രേഖപ്പെടുത്തേണ്ടതാണ്. ഇതൊരു പരിപൂർണമായ സമ്പ്രദായമായി കണക്കാക്കാം. ഇത് കൃത്യവും വിശ്വസനീയവുമാണ്. നെക്സ്റ്റ്, single entry system. Single entry system is not a complete system of maintaining records of financial transactions.
It does not record two-fold effect of each and every transaction. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം അല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റം അല്ല, ആക്യുറേറ്റ് ആയിട്ടുള്ള സിസ്റ്റവുമല്ല. നമ്മൾ സാധാരണ ചെറിയ ചെറിയ ഷോപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഷോപ്പുകളിൽ ചില ഇടപാടുകൾ ബിസിനസ്മാൻ ചില സ്ഥലത്ത് കുറിച്ചു വെക്കും, ചിലത് കുറിച്ചു വെക്കില്ല. അങ്ങനെ ചില ഇടപാടുകൾ രേഖപ്പെടുത്തുകയും ചില ഇടപാടുകൾ രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന സിസ്റ്റമാറ്റിക് അല്ലാത്ത, കംപ്ലീറ്റ് അല്ലാത്ത, ആക്യുറേറ്റ് ആയിട്ട് ഉള്ളതല്ലാത്ത ഒരു സിസ്റ്റത്തെ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. അത് ഗവൺമെൻറ് ഏജൻസീസോ അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റീസോ പബ്ലിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം സിസ്റ്റമാറ്റിക് ആയിട്ട്, കംപ്ലീറ്റ് ആയിട്ട്, ആക്യുറേറ്റ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള അക്കൗണ്ടിങ് സമ്പ്രദായങ്ങളെ മുഴുവനും നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് നമുക്ക് പറയാം. നോക്കാം. ഒറ്റപ്പതിക്കൽ സമ്പ്രദായം. ഒറ്റപ്പതിക്കൽ സമ്പ്രദായം സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു സമ്പൂർണ്ണ സമ്പ്രദായമല്ല. ഓരോ ഇടപാടിൻ്റെയും രണ്ട് വശവും ഈ സമ്പ്രദായം അനുസരിച്ച് രേഖപ്പെടുത്തുന്നില്ല. നെക്സ്റ്റ്, ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. There can be two bases for recording transactions. They are cash basis and accrual basis. Under the cash basis, entries in the books of accounts are made when cash is received or paid. Cash basisൽ നമ്മളൊരു ഇടപാട് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് ക്യാഷ് കിട്ടുമ്പോഴോ ക്യാഷ് കൊടുക്കുമ്പോഴോ മാത്രമാണ്. Next, under the accrual basis, however, revenues and costs are recognized in the period in which they occur rather than they are paid or received. Accrual basisൽ നമ്മൾ ഒരു ഇടപാട് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് അത് ആ വർഷത്തെ ഇടപാടാണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ്. അതിൻ്റെ പൈസ കിട്ടിയോ അല്ലയോ എന്നല്ല നമ്മൾ നോക്കുക. ആ വർഷത്തെ ഇടപാടാണെങ്കിൽ നമുക്ക് ആ വർഷത്തെ ബുക്കിൽ തന്നെ അത് വന്നിരിക്കണം. അതിൻ്റെ പൈസ കിട്ടുന്നതോ കൊടുക്കുന്നതോ പിന്നീടാകാം. സാധാരണയായിട്ട് ബിസിനസ് കൺസേൺസ് അക്രൂവൽ ബേസിസിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നോക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന സമീപനങ്ങൾ. ഒന്ന്, പണാടിസ്ഥാനം. രണ്ട്, ഉത്ഭവാടിസ്ഥാനം. പണാടിസ്ഥാനം അനുസരിച്ച് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തലുകൾ നടത്തുന്നത് പണം കിട്ടുമ്പോഴോ കൊടുക്കുമ്പോഴോ ആണ്. അല്ലാതെ പണം കിട്ടാനുള്ളതോ കൊടുക്കാനുള്ളതോ രേഖപ്പെടുത്തുന്നില്ല. ഉത്ഭവാടിസ്ഥാനത്തിൽ വരുമാനവും ചെലവും അതുണ്ടായ കാലയളവിലെ ഇടപാടുകളായാണ് രേഖപ്പെടുത്തുന്നത്. അല്ലാതെ അത് കിട്ടിയോ കൊടുത്തോ എന്ന് നോക്കിയിട്ടല്ല. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് accounting standards. Accounting standards are written statements of uniform accounting rules and guidelines in practice for preparing the uniform and consistent financial statements. These statements are issued in India by the Accounting Standards Board, ASB. The objective of accounting standard is to bring uniformity in different accounting policies in order to eliminate non-comparability of financial statements. പല സ്ഥാപനങ്ങളും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരേ രീതിയിൽ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപപ്പെടുത്തിയ, എഴുതി തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരേ രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളും അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എഴുതി തയ്യാറാക്കിയ അക്കൗണ്ടിംഗ് റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിനെയാണ് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്.
ഇത്തരം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എല്ലാ അക്കൗണ്ടന്റുമാരും അവരുടെ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടതാണ്. ഇന്ത്യയിൽ ഇത്തരം അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ്. ASB അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് യൂണിഫോമിറ്റി ഇൻ ഡിഫറൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ് ആണ്. പല സ്ഥാപനങ്ങളുടെയും അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ അവരുടെയൊക്കെ അക്കൗണ്ടിംഗ് പോളിസീസ് എന്ന് പറയുന്നത് ഒരേ രീതിയിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ കമ്പാരബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സും ഒരേപോലെ ആയിരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരേപോലെ ആക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെടുന്ന എഴുതി തയ്യാറാക്കിയ അക്കൗണ്ടിംഗ് റൂൾസ് ഓർ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ. ഒരേ രീതിയിലുള്ളതും സ്ഥിരതയുള്ളതുമായ ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപപ്പെടുത്തിയ എഴുതി തയ്യാറാക്കിയ അക്കൗണ്ടിംഗ് നയങ്ങളെയും മാർഗനിർദ്ദേശങ്ങളെയുമാണ് അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇത്തരം പത്രികകൾ തയ്യാറാക്കുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ആണ്. അക്കൗണ്ടിംഗ് വിവരങ്ങൾ താരതമ്യ പഠനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് വൺ, it eliminates variations in accounting treatment to prepare financial statements. അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന സമയത്ത് പല സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ പല രീതിയിലാകുന്നത് ഒഴിവാക്കപ്പെടുന്നു. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. രണ്ടാമത്തത്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് മേ കോൾ ഫോർ ഡിസ്ക്ലോഷർ ഓഫ് certain information which may not be required by law. നിയമപ്രകാരം പറയാത്ത ചില ഇൻഫോർമേഷൻസ് കൂടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഉൾപ്പെടുത്തണം എന്ന് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ നിഷ്കർഷിക്കുന്നു. അങ്ങനെ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ ആരൊക്കെയാണോ ഉപയോഗിക്കുന്നത് ആ യൂസേഴ്സിന് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും ആ ഒരു അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ ലഭ്യമാകുന്നു. നെക്സ്റ്റ്, accounting standard facilitate comparability between financial statements of inter and intra companies. ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ പല വർഷങ്ങളിലുള്ള അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ പരസ്പരം കമ്പയർ ചെയ്യാനും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നു. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങളുടെ ഗുണങ്ങൾ. ധനകാര്യ പത്രികകൾ തയ്യാറാക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന വ്യത്യസ്തതകൾ ഒഴിവാക്കപ്പെടുന്നു. 2, നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത വിവരങ്ങളും അക്കൗണ്ടിംഗ് മാനദണ്ഡത്തിലൂടെ വെളിപ്പെടുത്തുന്നു. 3, ഒരു സ്ഥാപനത്തിലെ വിവിധ വർഷങ്ങളുടെ വിവരങ്ങളും പല സ്ഥാപനങ്ങളിലെ വിവരങ്ങളും താരതമ്യം ചെയ്യുവാൻ സാധിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, IFRS. IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതിൻ്റെ ഫുൾ ഫോം ഷോർട്ട് ഫോം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRS ആർ globally accepted accounting standards developed by International Accounting Standards Board IASB. The objective is to facilitate international comparisons of different business enterprises. ഇന്ത്യയിൽ അക്കൗണ്ട്സ് ഒരേ രീതിയിൽ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഉണ്ട്. അവർ ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരേ രീതിയിൽ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെ നമുക്ക് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IFRS എന്ന് പറയാം. IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെയാണ് നമ്മൾ IFRS അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത്തരം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ്.
അതിൽ ഇന്ത്യയും മെമ്പറാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലുള്ള കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും പരസ്പരം കമ്പയർ ചെയ്യാം എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. നെക്സ്റ്റ്, നീഡ് ഫോർ IFRS. ഫസ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് മാനിപ്പുലേഷൻസ് ഓർ എറേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പല രാജ്യത്തു നിന്നും തയ്യാറാക്കുമ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഉണ്ടായേക്കാവുന്ന മാനിപ്പുലേഷൻസും അതുപോലെ തന്നെ തെറ്റുകളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിലൂടെ സാധിക്കുന്നു. സെക്കൻഡ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്ലോബൽ ഹാർമോണൈസേഷൻ. ആഗോളതലത്തിൽ തന്നെ അക്കൗണ്ടിംഗ് ഏകീകൃതമായി തയ്യാറാക്കപ്പെടുന്നു. കാരണം എല്ലാ രാജ്യങ്ങളും ഇത് ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരേ രീതിയിലാക്കാൻ വേണ്ടി IFRS സഹായിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ രാജ്യത്തുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും ഒരേ രീതിയിലാണ് തയ്യാറാക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ശരിയായ രീതിയിൽ അനലൈസ് ചെയ്ത് അയാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയിൽ വേണമെങ്കിൽ അയാൾക്ക് നിക്ഷേപം നടത്താവുന്നതാണ്. അങ്ങനെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത് സഹായിക്കുന്നു. നോക്കാം, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRS. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ആഗോളതലത്തിൽ തയ്യാറാക്കിയ അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങളാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ആഗോളതലത്തിൽ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിംഗ് വിവരങ്ങൾ താരതമ്യം ചെയ്യുവാൻ ഇതിലൂടെ സാധിക്കുന്നു. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യകത. ഫസ്റ്റ്, ധനകാര്യ പത്രികകളിൽ ആഗോളതലത്തിൽ ഉണ്ടായേക്കാവുന്ന കൃത്രിമത്വങ്ങളും തെറ്റുകളും ഒഴിവാക്കപ്പെടുന്നു. സെക്കൻഡ്, ആഗോളതലത്തിൽ അക്കൗണ്ടിംഗ് ഏകീകൃതമായി തയ്യാറാക്കപ്പെടുന്നു. തേർഡ്, ഇത് ആഗോള നിക്ഷേപത്തിന് സഹായകരമാകുന്നു. ഇതിൻ്റെ അകത്ത് വരുന്ന അവസാനത്തെ ടോപ്പിക്കാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, GST എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ വിവരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST, ചരക്ക് സേവന നികുതി. വൺ കൺട്രി വൺ ടാക്സ് ആണ്, ഒരു രാജ്യം ഒരു നികുതി. നോക്കാം, GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദർ വിൽ ബി only one tax for the movement of goods and services from producers to consumers. ഉപഭോഗത്തെ ആസ്പദമാക്കി ഓരോ പ്രദേശത്തെ ആശ്രയിച്ചിട്ടുള്ള നികുതിയാണ് ചരക്ക് സേവന നികുതി. ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് എത്തുന്നതുവരെ ഒരൊറ്റ നികുതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. There are three main components of GST, which are CGST, SGST ആൻഡ് IGST. ഇതെന്താണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് ടാക്സിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ടാക്സ് സ്ട്രക്ചറാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇൻഡയറക്റ്റ് ടാക്സസും ഡയറക്റ്റ് ടാക്സസും. ഇൻഡയറക്റ്റ് ടാക്സസ് ആയിട്ട് നേരത്തെ നിലവിലുണ്ടായിരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്ന പ്രധാനപ്പെട്ട ടാക്സസ് എന്ന് പറയുന്നത് സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, CST, കസ്റ്റംസ് ഡ്യൂട്ടി എക്സെട്ര. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ ഈടാക്കിയിരുന്ന ടാക്സ് എന്ന് പറയുന്നത് വാറ്റ്, എൻട്രി ടാക്സ്, ഒക്ട്രോയ്, ലക്ഷറി ടാക്സ് എക്സെട്ര. ഈ ടാക്സുകളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ടാക്സ് സ്ട്രക്ചർ നിലവിൽ വന്നത്, GST. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കിയിരുന്ന സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, CST, കസ്റ്റംസ്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കിയിരുന്ന വാറ്റ്, എൻട്രി ടാക്സ്, ഒക്ട്രോയ്, ലക്ഷറി ടാക്സ് പോലുള്ള ടാക്സുകൾ മുഴുവനും ഇപ്പോൾ നിലവിലില്ല. അതിന് പകരമാണ് ഒരൊറ്റ ടാക്സ് എന്നുള്ള നിലയിൽ GST നിലവിൽ വന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് GST മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഇൻകം ടാക്സ്, അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, അത് ഇൻകം ടാക്സ് ആയിട്ട് ഉണ്ട്.
ഇനി നമുക്ക് നോക്കാം. ജി എസ് ടി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് അതിൻ്റെ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റും ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റും. ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനകത്ത് തന്നെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, കേരളത്തിലകത്തുള്ള ഒരു വ്യാപാരി കേരളത്തിലുള്ള മറ്റൊരാൾക്ക് സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും സാധനങ്ങൾ തമിഴ്നാട്ടിലേക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്ക് വിൽക്കുന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്നും സാധനങ്ങൾ വേറൊരു സംസ്ഥാനത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈടാക്കുന്ന ജി എസ് ടി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. സി ജി എസ് ടി ആൻഡ് എസ് ജി എസ് ടി. സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എസ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ സി ജി എസ് ടി അല്ലെങ്കിൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ്. എസ് ജി എസ് ടി സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് വരുമാനമാണ്. അപ്പോൾ ഒരു സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് 18% ജി എസ് ടി ആയിട്ട് ഈടാക്കുന്നതെങ്കിൽ ആ 18%-ൽ 9% സെൻട്രൽ ഗവൺമെൻറ്റിന് പോകണം, 9% ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവകാശപ്പെട്ടതാണ്. അപ്പം ആ 9% എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് പോകണം, അതിനെയാണ് പറയുന്നത് സി ജി എസ് ടി. ബാക്കിയുള്ള 9% സ്റ്റേറ്റ് ഗവൺമെൻറ് അവകാശപ്പെട്ടതാണ്, അതിനെയാണ് പറയുന്നത് എസ് ജി എസ് ടി. ജി എസ് ടി ലെവീഡ് ബൈ ദി സെൻറ്റർ ഈസ് കോൾഡ് സി ജി എസ് ടി. ജി എസ് ടി ലെവീഡ് ബൈ ദി സ്റ്റേറ്റ് ഈസ് കോൾഡ് എസ് ജി എസ് ടി. നെക്സ്റ്റ്, ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്. ഒരു സംസ്ഥാനത്തു നിന്നും സാധനങ്ങൾ വേറൊരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഈടാക്കുന്ന ജി എസ് ടി ആണ് നമ്മൾ പറയുന്നത് ഐ ജി എസ് ടി, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ജി എസ് ടി ലെവീഡ് ബൈ ദി സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് കൺകറൻ്റ്ലി. ഐ ജി എസ് ടി ആയിട്ട് ജി എസ് ടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കളക്ട് ചെയ്യുന്ന എമൗണ്ട് അതിന് ശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഗവൺമെൻറ് തീരുമാനിക്കുന്നതിനനുസരിച്ച് ഐ ജി എസ് ടി ആയിട്ട് എത്ര രൂപയാണോ കളക്ട് ചെയ്തിരിക്കുന്നത് ആ പൈസ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഐ ജി എസ് ടി ആയിട്ട് സാധനങ്ങൾ മറ്റ് രാജ്യത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഐ ജി എസ് ടി ആണ് അവിടെ ഈടാക്കപ്പെടുക. എക്സാമ്പിൾ, അനിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സുനിൽ ഫോർ ₹100 ആൻഡ് ജി എസ് ടി റേറ്റ് ഈസ് 10%. അനിൽ സുനിലിന് എടുക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു 100 രൂപക്ക്, ജി എസ് ടി റേറ്റ് എന്ന് പറയുന്നത് 10%. ഇപ്പോൾ ജി എസ് ടി എന്ന് പറയുന്നത് 100 രൂപയുടെ 10%, ദാറ്റ് ഈസ് 10 രൂപയായിരിക്കും ജി എസ് ടി ആയിട്ട് അനിൽ സുനിലിന് കൊടുക്കേണ്ടത്. അപ്പോൾ അനിൽ വിൽ പേ ₹10 ആസ് ജി എസ് ടി ടു സുനിൽ ആൻഡ് വിൽ ബി ഗിവൺ ടു ദി ഗവൺമെൻറ്. അപ്പോൾ അനിൽ 10 രൂപ ജി എസ് ടി സുനിലിന് കൊടുത്തുകൊണ്ടാണ് ആ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ സുനിലിന് കിട്ടിയിരിക്കുന്ന ആ 10 രൂപ സുനിൽ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതാണ്. കാരണം ജി എസ് ടി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ഇടപാടിൽ അനിൽ സുനിലിന് എടുക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സാധനങ്ങളുടെ വിലയും കൂടാതെ 10 രൂപ ജി എസ് ടിയും കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അനിൽ ആ പൈസ സുനിലിന് കൊടുക്കുന്നു, സുനിൽ ആ 10 രൂപ ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നു. നെക്സ്റ്റ്, സെക്കൻഡ് സ്റ്റേജിൽ സപ്പോസ് മഹേഷ് പർച്ചേസ്ഡ് ദിസ് ഗുഡ്സ് ഫ്രം അനിൽ ഫോർ ₹120. ഈ ഗുഡ്സ് അനിലിൻ്റെ അടുക്കൽ നിന്ന് മഹേഷ് വീണ്ടും വാങ്ങിക്കുകയാണ്. അപ്പോൾ അതേ ഗുഡ്സ് തന്നെ മഹേഷ് അനിലിൻ്റെ എടുക്കുന്ന ആ ഗുഡ്സ് വാങ്ങിക്കുകയാണ് 120 രൂപക്ക്. അങ്ങനെയാണെങ്കിൽ ജി എസ് ടി എന്ന് പറയുന്നത് 120ൻ്റെ 10%, ദാറ്റ് ഈസ് 12 രൂപയായിരിക്കും. അപ്പം മഹേഷ് 12 രൂപ കൊടുത്തിട്ടാണ് ജി എസ് ടി കൊടുത്തിട്ടാണ് അനിലിന് എടുക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ മഹേഷ് അനിലിന് 12 രൂപ ജി എസ് ടി കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെ അനിലിന് കിട്ടുന്ന ഈ 12 രൂപയും അനിൽ ഇപ്പോഴും ഗവൺമെൻറ്റിലേക്ക് ഇനി അടക്കണ്ട. കാരണം അനിൽ നേരത്തെ ഫസ്റ്റ് സ്റ്റേജിൽ അനിൽ 10 രൂപ ജി എസ് ടി കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അനിൽ നേരത്തെ കൊടുത്ത 10 രൂപ കിഴിച്ച് ബാക്കി വരുന്ന 2 രൂപ മാത്രമേ ഇനി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതുള്ളൂ. അപ്പോൾ ടോട്ടൽ ഗവൺമെൻറ്റിന് കിട്ടേണ്ടത് 12 രൂപയാണ് ഇതുവരെയുള്ള കണക്ക് വെച്ചിട്ട്. അതിൽ 10 രൂപ ഫസ്റ്റ് സ്റ്റേജിൽ അനിൽ സുനിലിന് കൊടുത്തു, സുനിൽ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. സെക്കൻഡ് സ്റ്റേജിൽ
മഹേഷ് അനിലിന് 12 രൂപ GST കൊടുത്തു. അതിൽ 10 രൂപ നേരത്തെ കൊടുത്തതായതുകൊണ്ട് ഇനി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത് 2 രൂപ മാത്രമാണ്. തേർഡ് സ്റ്റേജ്. സപ്പോസ് മഹേഷ് സോൾഡ് ദിസ് ഗുഡ്സ് ടു എ കൺസ്യൂമർ ഫോർ ₹130. മഹേഷ് ഈ ഗുഡ്സ് കൺസ്യൂമർക്ക് വിറ്റു. ഇപ്പോൾ GST എന്ന് പറയുന്നത് 130ൻ്റെ 10%, ദാറ്റ് ഈസ് 13 രൂപയായിരിക്കും GST ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 13 രൂപ ആ കൺസ്യൂമർ മഹേഷിന് കൊടുത്തിട്ടാണ് ആ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സാധനങ്ങളുടെ വില കൂടാതെ 13 രൂപ GST കൂടി കൊടുത്തിട്ടാണ് കൺസ്യൂമർ മഹേഷിൻ്റെ അടുക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ മഹേഷിന് ഇപ്പോൾ 13 രൂപ GST കിട്ടി. പക്ഷേ മഹേഷ് നേരത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പം GST കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ മഹേഷ് കൊടുത്ത GST എന്ന് പറയുന്നത് 12 രൂപയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ. ഈ 12 രൂപ ഗവൺമെൻറ്റിലേക്ക് മൊത്തം പോയിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ 10 രൂപ, രണ്ടാമത്തെ സ്റ്റേജിൽ 2 രൂപ ചേർന്ന് 12 രൂപ ഗവൺമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞു. ഇനി ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടത് 13 രൂപയിൽ നിന്ന് 12 രൂപ കിഴിച്ച് ബാക്കി വരുന്ന 1 രൂപ മാത്രമേ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് സ്റ്റേജിൽ കൺസ്യൂമർ 13 രൂപ GST കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചത്. ആ 13 രൂപയും ഗവൺമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ പല സ്റ്റേജിലായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ 10 രൂപ പോയി, സെക്കൻഡ് സ്റ്റേജിൽ 2 രൂപ പോയി, മൂന്നാമത്തെ സ്റ്റേജിൽ 1 രൂപ പോയി. അങ്ങനെ ടോട്ടൽ 13 രൂപ ഗവൺമെൻറ്റിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ അനിൽ 10 രൂപ GST കൊടുത്തു. പക്ഷെ അത് സെക്കൻഡ് സ്റ്റേജിൽ അനിൽ അത് തിരിച്ചു കിട്ടി. കാരണം മഹേഷ് അനിലിന് GST 12 രൂപ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 10 രൂപ കിഴിച്ച് ബാക്കി 2 രൂപ മാത്രമേ ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നുള്ളൂ. അതേപോലെ തന്നെ മഹേഷ് 12 രൂപ GST കൊടുത്തിട്ടാണ് സാധനങ്ങൾ അനിലിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത്. അങ്ങനെ മഹേഷിന് ചിലവായ ഈ 12 രൂപ GST മൂന്നാമത്തെ സ്റ്റേജിൽ കൺസ്യൂമർക്ക് വിൽക്കുമ്പോൾ കൺസ്യൂമർ എടുക്കുന്ന കിട്ടുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമർ എടുക്കുന്ന 13 രൂപ GST കിട്ടി. അതിൽ മഹേഷ് ഓൾറെഡി കൊടുത്ത 12 രൂപ കിഴിച്ച് ബാക്കി 1 രൂപ മാത്രമേ ഇനി ഗവൺമെൻറ്റിലേക്ക് അടക്കുള്ളൂ. അപ്പോൾ ഫൈനലി 13 രൂപ GST എന്ന് പറയുന്നത് കൊടുക്കുന്നത് കൺസ്യൂമറാണ്. മറ്റുള്ളവർ GST കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്കത് തിരിച്ചു കിട്ടുന്നുണ്ട്. അങ്ങനെ മറ്റുള്ള ട്രേഡേഴ്സ് എത്ര GST ആണോ കൊടുക്കുന്നത് ആ GST സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് കുറവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാണ് പറയുക. ഇപ്പോൾ GSTയുടെ പ്രധാനപ്പെട്ട കോമ്പണൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് CGST, SGST ആൻഡ് IGST. നെക്സ്റ്റ് CGST. CGST means Central Goods and Service Tax. Taxes collected under CGST will constitute the revenues of the central government. SGST means State Goods and Service Tax. A collection of SGST is the revenue of the state government. For example, Ramesh, a trader in Kerala, sells goods to Seema in Kerala worth ₹10,000. If the GST rate is 18%, that is 9% CGST and 9% SGST, then ₹900 will go to the central government and 900 will go to the Kerala government. IGST. IGST means Integrated Goods and Service Tax. Revenue collected under IGST is divided between central and state government as per the rates specified by the government. IGST is charged on transfer of goods and services from one state to another. Import of goods and services are also covered under IGST. നോക്കാം. CGST എന്നാൽ കേന്ദ്ര ചരക്ക് സേവന നികുതി എന്നാണ്. CGST പ്രകാരം പിരിച്ച നികുതികൾ കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനമായിരിക്കും. SGST എന്നാൽ സംസ്ഥാന ചരക്ക് സേവന നികുതി. SGST സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനമാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ ഡീലർ ആയ രമേശ് 10,000 രൂപ വിലയുള്ള സാധനങ്ങൾ കേരളത്തിലെ സീമയ്ക്ക് വിൽക്കുന്നു. GST നിരക്ക് 18% ആണെങ്കിൽ, അതായത് 9% CGSTയും 9% SGSTയും. 900 രൂപ കേന്ദ്ര സർക്കാരിനും 900 രൂപ കേരള സർക്കാരിനും പോകും. IGST എന്നാൽ സംയോജിത ചരക്ക് സേവന നികുതി എന്നാണ് അർത്ഥമാക്കുന്നത്. IGST പ്രകാരം ശേഖരിക്കുന്ന വരുമാനം
സർക്കാർ വ്യക്തമാക്കിയ നിരക്കനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ വിഭജിക്കുന്നു. ചരക്കുകളും സേവനങ്ങളും ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനാണ് IGST ഈടാക്കുന്നത്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഇറക്കുമതിയും IGSTയിൽ വരും. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഫസ്റ്റ്, GST ഈസ് എ കോമൺ ലോ ആൻഡ് പ്രൊസീജിയർ ത്രൂ ഔട്ട് ദി കൺട്രി അണ്ടർ സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ, വൺ കൺട്രി ആൻഡ് വൺ ടാക്സ്. ഒരു നിയമവും ഒരു പ്രൊസീജിയറും ഫോളോ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ആകമാനം ഒരുപോലെ ഈടാക്കുന്ന ടാക്സ് ആണ് GST. വൺ കൺട്രി ആൻഡ് വൺ ടാക്സ് ആണ്. സെക്കൻഡ്, GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആൻഡ് ലെവീഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് അറ്റ് ദി ടൈം ഓഫ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ദി എൻഡ് കൺസ്യൂമർ. നമ്മൾ നേരത്തെ ആ ഒരു എക്സാമ്പിളിൽ കണ്ടു. അവസാനം കൺസ്യൂമറാണ് ആ ഒരു GST മുഴുവനായിട്ടും കൊടുക്കേണ്ടി വരുന്നത്. ട്രേഡേഴ്സ് കൊടുക്കുന്ന GST അവർക്ക് ടാക്സ് ക്രെഡിറ്റിലൂടെ അവർക്ക് തിരികെ ലഭിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തി GST കൊടുക്കുമ്പോൾ അത് കിഴിച്ച് ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ അവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സ് കൊടുക്കുന്ന GST അവർക്ക് നഷ്ടമാകുന്നില്ല, അവർക്കത് തിരികെ ലഭിക്കുന്നതാണ്. ഫൈനലായിട്ട് കൺസ്യൂമർ കൊടുക്കുന്ന GST കൺസ്യൂമർ തന്നെ വഹിക്കണം. അതാണ് GSTയുടെ പ്രത്യേകത. നെക്സ്റ്റ്, GST is a comprehensive levy and collection of both goods and services at the same rate with the benefits of input tax credit. നേരത്തെ പറഞ്ഞു, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. നെക്സ്റ്റ്, there is no multiple levy of tax on goods and services such as sales tax, entry tax, octroi, entertainment tax or luxury tax, etc. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിൽസ് ടാക്സ്, എൻട്രി ടാക്സ്, ഒക്ട്രോയ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ് തുടങ്ങിയ എല്ലാ ടാക്സുകളും ഇപ്പോഴും നിർത്തലാക്കി. അതിന് പകരം ഒരൊറ്റ ടാക്സ് മാത്രമേ ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് നിലവിലുള്ളൂ. അതാണ് GST. നോക്കാം. ചരക്ക് സേവന നികുതിയുടെ സവിശേഷതകൾ. ഒരൊറ്റ ഭരണത്തിന് കീഴിൽ രാജ്യത്തുടനീളം ഒരു സാധാരണ നിയമവും നടപടിക്രമവുമാണ് GST. ഒരു രാജ്യം ഒരു നികുതി. സെക്കൻഡ്, GST ഒരു ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള നികുതിയാണ്. കൂടാതെ അന്തിമ ഉപഭോക്താവ് ചരക്കുകളും സേവനങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് ഒരൊറ്റ ഘട്ടത്തിൽ ഈടാക്കുന്നു. തേർഡ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആനുകൂല്യത്തോടെ ഒരേ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും സമഗ്രമായ ലെവിയുടെ ശേഖരമാണ് GST. നെക്സ്റ്റ്, ചരക്കുകൾക്കും സേവനങ്ങൾക്കുമായി ഒന്നിലധികം നികുതി ഈടാക്കുന്നില്ല. വിൽപ്പന നികുതി, എൻട്രി ടാക്സ്, ഒക്ട്രോയ്, വിനോദ നികുതി അല്ലെങ്കിൽ ആഡംബര നികുതി എന്നിങ്ങനെയുള്ള നികുതി ഈടാക്കുന്നില്ല. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ്. ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് GST ഹാസ് റിസൾട്ടഡ് ഇൻ ദി അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. നേരത്തെ നിലവിലുണ്ടായിരുന്ന ഈ പറയുന്നത് പോലത്തുള്ള എൻട്രൻസ് ഫീ, ഒക്ട്രോയ് എന്ന് പറയുന്ന അത്തരം ടാക്സുകൾ മുഴുവനും ഒഴിവാക്കിക്കൊണ്ട് ഒരൊറ്റ ടാക്സ് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതാണ് GST. സെക്കൻഡ്, GST വൈഡൻസ് ദി ടാക്സ് ബേസ് ആൻഡ് ഇൻക്രീസ്ഡ് റവന്യൂ ടു സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, ദെയർബൈ റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഫോർ ദി ഗവൺമെൻറ്. അപ്പോൾ ഒരൊറ്റ ടാക്സ് മാത്രമേ ഇപ്പോഴും നിലവിലുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ടാക്സ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഗവൺമെൻറ്റിന് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പല ടാക്സുകൾ കളക്ട് ചെയ്യുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, പല എംപ്ലോയീസ്, പല സ്ഥാപനങ്ങൾ ഈ ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരം പല ടാക്സുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരൊറ്റ സ്ഥാപനം, ഒരൊറ്റ അഡ്മിനിസ്ട്രേഷൻ മാത്രമേ നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, GST വിൽ റിസൾട്ട് ഇൻ എൻഹാൻസിങ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വളരെയേറെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഈ GST വഴി സാധിക്കുന്നുണ്ട്. കാരണം ഓരോ തവണ വിൽക്കുമ്പോഴും GST കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത് ഡിഫറൻസ് വരുന്ന എമൗണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഗുഡ്സ് കൈമാറി പോകുവാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ഇറ്റ് വിൽ പ്രൊമോട്ട് എക്കോണമി, എഫിഷ്യൻസി ആൻഡ് സസ്റ്റൈനബിൾ ലോങ് ടേം എക്കണോമിക് ഗ്രോത്ത്. GST എന്ന് പറയുന്നത് സാമ്പത്തികമായ കാര്യക്ഷമതയും സുസ്ഥിരമായ ദീർഘകാല സാമ്പത്തിക വളർച്ചയും പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ഗുണം.
നെക്സ്റ്റ് GST would help to extend competitive edge in international market for goods and services produced in the country, leading to increased export. ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കുമായി അന്താരാഷ്ട്ര വിപണിയിൽ മത്സരാധിഷ്ഠിത വ്യാപാരത്തിന് GST സഹായിക്കുന്നു. നോക്കാം പ്രയോജനങ്ങൾ. GST നിലവിൽ വന്നതിൻ്റെ ഫലമായി ചരക്കുകളിലും സേവനങ്ങളിലും ഒന്നിലധികം തരം നികുതികൾ നിർത്തലാക്കി. 2. GST നികുതി അടിത്തറ വിപുലമാക്കുകയും കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും വരുമാനം വർദ്ധിപ്പിക്കുകയും അതുവഴി സർക്കാരിനുള്ള ഭരണച്ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. 3. GST ഉൽപാദന വിതരണ സംവിധാനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. 4. ഇത് സാമ്പത്തിക കാര്യക്ഷമതയും സുസ്ഥിര ദീർഘകാല സാമ്പത്തിക വളർച്ചയും പ്രോത്സാഹിപ്പിക്കും. 5. ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കുമായി അന്താരാഷ്ട്ര വിപണിയിൽ മത്സരാധിഷ്ഠിത വ്യാപാരത്തിന് GST സഹായിക്കും. ഇതോടുകൂടി ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആരംഭിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.